വെൽക്കം ടു NCERT +1 +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാസ്കൽസ് ലോയും അതുപോലെ തന്നെ ഗേജ് പ്രഷർ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുടെ NCERT +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ സമ്മറിയിലുള്ള നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ് ഇത് രണ്ടും. Pascal's law states that pressure in a fluid at rest is same at all points which are at the same height. A change in pressure applied to an enclosed fluid is transmitted undiminished to every point of the fluid and the walls of the containing vessel. And the pressure varies with depth according to this equation, P is equal to PA plus rho GH, where rho is the density of the fluid, it is assumed to be uniform. അപ്പം ഇത് നമ്മൾ കണ്ടു. അപ്പം ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്കാണ് കയറാൻ പോകുന്നത്. ദാറ്റ് ഇസ് 10.2.3 which is the atmospheric pressure and gauge pressure. Atmospheric pressure. അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. ഏതൊരു വസ്തുവിന് അതിന്റെ മുകളിലുള്ള ഏതൊരു വസ്തുവിന്റെ സർഫസിന്റെ മുകളിലുള്ള എയർ എന്ത് ചെയ്യും, അതില് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ ഒരു പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഗേജ് പ്രഷർ നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തു. ആക്ച്വൽ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗേജ് പ്രഷർ. ഓക്കെ, ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് സിഗ്മോ മാനോമീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത് അതെല്ലാം ഗേജ് പ്രഷറാണ്. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മൾ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഈ രണ്ട് ടേംസും കാണാൻ പോവാണ്. അപ്പം ഇപ്പം പ്രഷർ ഏതൊരു പോയിന്റിലെയും അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പർട്ടിക്കുലർ പോയിന്റിലെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് പോയിന്റ് ടു ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ അവിടം വരെയുള്ള ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഒരു എയർ കോളത്തിന്റെ വെയിറ്റ് ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിഫൈൻ ലൈക്ക് ദിസ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രഷർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഏതൊരു പോയിന്റിലെയും അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, the pressure of atmosphere at any point is equal to weight of a column of air of unit cross-sectional area, unit cross-sectional area extending from that point to top of the atmosphere, extending from that point to the top of the atmosphere. ഇങ്ങനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡിഫൈൻ. അപ്പൊ നമ്മൾ എപ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഈക്വൽ ടു 1 atm എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ PA. ഇതിനാണ് നമ്മൾ PA എന്ന് ഡിനോട്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എനി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് when that point is at the sea level, അത് സീ ലെവൽ ആകുമ്പോഴാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 atm ആവുന്നത്. ഓക്കെ, അറ്റ് സീ ലെവൽ when that ഏതൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ സീ ലെവലിലെ ഫ്രം ദ സീ ലെവൽ ടു ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ള ഒരു എയർ കോളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് when you calculate you will get it as 1 atm. So that value is 1 atm. അഥവാ നമ്മൾ കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിച്ചിരുന്നു 1.015 × 10⁵ പാസ്കൽ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ ടോറിസെല്ലി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിറ്റർമിൻ ചെയ്യാൻ ഒരു മെത്തേഡ് കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹമാണ് ഈ സൈഡിൽ നിങ്ങൾ കാണിച്ചത് നിങ്ങൾ ടെക്സ്റ്റിലെ ഫിഗർ ആണ്, നിങ്ങൾ ടെക്സ്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ് മെർക്കുറി ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഡിവൈസ് ചെയ്ത് അദ്ദേഹമാണ്. സോ ഈ ഒരു ബാരോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇറ്റ് ഇസ് യൂസ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു
ഇൻസ്ട്രുമെന്റ് ആണ് ദിസ് ബാരോമീറ്റർ. അറ്റ്മോസ്ഫിയർ പ്രഷർ. അത് മാത്രമല്ല അറ്റ്മോസ്ഫിയർ പ്രഷറും അതിന്റെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ചേഞ്ചസിന്റെ അറ്റ്മോസ്ഫിയർ പ്രഷറും ഈ ഇൻസ്ട്രുമെന്റ് കൊണ്ട് നമ്മൾ മെഷർ ചെയ്യും. ഇറ്റ് ഈസ് യൂസ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് ഓൾസോ ദ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. അപ്പൊ ഇതിന്റെ ബേസിക് സെറ്റപ്പ് എന്താണെന്ന് നോക്കുക. ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് സെറ്റപ്പ് നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഓക്കെ, പോയിന്റ്സ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് കാണുന്നുണ്ടാവും. ദിസ് ഗ്ലാസ് ട്യൂബ് ഒരു ഇൻവേർട്ടഡ് ഗ്ലാസ് ട്യൂബ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ട്യൂബ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാണ് മറ്റൊരു ട്രഫിന്റെ അകത്തേക്ക്. ഇതിന്റെ അകത്തും ഫുള്ള് മെർക്കുറിയാണ്. ആൻഡ് ഈ ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലും മുഴുവൻ മെർക്കുറിയാണ്. സോ ഫുള്ളി യു ഹാവ് ദിസ് മെർക്കുറി. ദിസ് ബാരോമീറ്റർ ഈസ് മെയ്ഡ് ഓഫ് മെർക്കുറി. അതുകൊണ്ടാണ് ഇതിന് മെർക്കുറി ബാരോമീറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം അതാണ് ഇതിന്റെ ഇൻസ്ട്രുമെന്റ്. നോക്കുക, ഈ ട്രഫിന്റെ ഈ ഇറക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സാധനത്തിന്റെ ഈ ടോപ്പ് ലെവൽ വരെ എന്താണ് മെർക്കുറി ഇങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ എല്ലാം മെർക്കുറി ഫില്ല് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. ഈ ഭാഗം ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം അങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആവുമ്പോൾ ഈ സർഫസിന്റെ മുകളിലുള്ള ഈ എല്ലാ മെർക്കുറിയുടെയും ഇവിടെ ഉണ്ടാവുന്ന ആ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിച്ച് ഇസ് പി എ. ഈ സർഫസിൽ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പി ആണ്, ബിക്കോസ് ദാറ്റ് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. ആൻഡ് ഈ ഒരു മെർക്കുറി കോളം നോക്കുക, അത് മാക്സിമം ഇവിടം വരെ ഫില്ല് ആവുന്നുള്ളൂ. മെർക്കുറി കോളം ഈ ഇത്രയും ഭാഗത്ത് ഒരു ഗ്യാപ്പ് ആണ്. ഹിയർ യു ഹാവ് എ വാക്വം. സോ മാക്സിമം ഫില്ലിങ് ഇവിടം വരെ ഉള്ളൂ. സോ ഇവിടം മുതൽ ജസ്റ്റ് ആ സർഫസ് വരെയുള്ള അത് ആ ഗ്ലാസ് കോളം സർഫസിൽ ടച്ച് ചെയ്യുന്ന വരെ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് എച്ച് ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് അതാണ് ആ ഒരു ഡിസ്റ്റൻസ്. ദാറ്റ് ഇത്രയുള്ള ആ ഡിസ്റ്റൻസ് ആണ് ഇറ്റ് ഇസ് ഗിവൺ ആസ് എച്ച്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മെഷർ ചെയ്യാം അറ്റ്മോസ്ഫിയർ പ്രഷർ യൂസിങ് ദിസ് പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 3 പോയിന്റ്സ് എടുക്കാം. ഒരു പോയിന്റ് ഈ വാക്വത്തിൽ ഒരു പോയിന്റ് എടുക്കാം, എ എന്ന് എടുക്കാം. ഇനി അനദർ പോയിന്റ് ഞാൻ എടുക്കുന്നത് ഇവിടെ ഇത് ഈ സർഫസിന്റെ അതേ ലെവലിലുള്ള ഇവിടുത്തെ ഒരു പോയിന്റ് എടുക്കാം, അതിനെ ബി എന്ന് എടുക്കുന്നു. ഇനി ഈ സർഫസിലുള്ള മറ്റൊരു പോയിന്റ് സിയും എടുക്കും. സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുക്കും. സി ഇത് സർഫസ് പോയിന്റ് ആണ്, അതേ ലെവലിൽ തന്നെയുള്ള മറ്റൊരു പോയിന്റ് ആണ് ഡി. പിന്നെ എ ബി സി എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്സ് ഞാൻ എടുക്കും. അപ്പൊ നോക്കുക, ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു വാക്വം ഇവിടെ ഈ വാക്വത്തിന്റെ അകത്ത് മെർക്കുറിയുടെ വേപ്പേഴ്സ് മാത്രമേ കാണുള്ളൂ. അപ്പൊ അതിന്റെ പ്രഷർ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ട് തന്നെ ഐഡിയലി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നെഗ്ലക്ട് ചെയ്യാം. സോ പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0. ഓക്കെ, പ്രഷർ അറ്റ് ദ പോയിന്റ് എ, പ്രഷർ അറ്റ് പോയിന്റ് എ വിച്ച് ഇസ് ഗിവൺ ആസ് പി സബ്സ്ക്രിപ്റ്റ് എ, അതെന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. ഇനി നോക്കുക, നമ്മൾ ഇനി ഇവിടുത്തെ പ്രഷർ നോക്കാം. ഇവിടുത്തെ പ്രഷറും ഈ സിയിൽ അനുഭവിക്കുന്ന പ്രഷറും സെയിം ആയിരിക്കും. കാര്യം എന്താ, ദി ആർ അറ്റ് ദ സെയിം ഹൈറ്റ്. അതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ട നമ്മുടെ പാസ്കൽസ് ലോ. ഫ്ലൂയിഡ് അതിന്റെ സെയിം ഹൈറ്റിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും പ്രഷർ ഫ്ലൂയിഡിനെ സംബന്ധിച്ച് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് പ്രഷർ അറ്റ് പോയിന്റ് ബി is equal to pressure at point C. Okay, so pressure at that is PB, P subscript B is equal to P subscript C. So even though നമ്മളുടെ എന്താണ് സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോയിന്റ് വിച്ച് ഇസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ, ആൻഡ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഗ്ലാസ് കുളത്തിന്റെ ഉള്ളിലെ പോയിന്റ് ആണ്. എന്നാൽ പോലും സെയിം ഹൈറ്റ്, പ്രഷർ രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെർക്കുറി കോളം നോക്കൂ. ഞാൻ ഇവിടെ നിന്ന് പടം വേണമെങ്കിൽ വരയ്ക്കാം. സോ വി ഹാവ് ഇവിടെ ഇങ്ങനെ മെർക്കുറി ആണെന്നാണ് നമ്മൾ കണ്ടത്. എന്നിട്ട് എന്താണ്, ഇവിടെയാണ് നമ്മുടെ മെർക്കുറി അടങ്ങിയിരിക്കുന്ന ഒരു ഗ്ലാസ് കോളം. ഇതൊക്കെ ഫുള്ള് മെർക്കുറിയാണ്. നമ്മൾ ഇവിടെയാണ് 3 പോയിന്റ് എടുത്ത് ബി അല്ല അത് എ. ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്. പിന്നെ ഇവിടെ നമ്മളൊരു ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. ഇവിടെ നമ്മൾ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുത്തു. അതാണ് നമ്മൾ കണ്ടത് അല്ലെ. അപ്പം നോക്കുക, ഇവിടുത്തെ പ്രഷർ ദിസ് പ്രഷർ പി എ ഇസ് ഈക്വൽ ടു 0 ആൻഡ് പി ബിയും നമ്മുടെ ഇവിടെ എഴുതാം. പി എ 0 ആണ്, പി ബിയും
PCയും which is equal to atmospheric pressure ആണ്. കാര്യം എന്താ, PC is open to the atmosphere. സോ അവിടെ ഉണ്ടാവുന്ന PCയുടെ പ്രഷർ എന്താണ്, ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ. അതുകൊണ്ട് PBയുടെയും പ്രഷർ അത് തന്നെയാണ്. PB is equal to PC equal to PE. ഇനി നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഗ്ലാസ് കോളം എടുക്കുക. യു കൺസിഡർ ദിസ് ഗ്ലാസ് കോളം എലോൺ. അപ്പൊ ഈ ഗ്ലാസ് കോളത്തിന്റെ അകത്ത് നമ്മളിപ്പം ഇന്നലെ സി ദിസ് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് മുതൽ ഈ ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണെന്ത്, എച്ച് എന്താണ് ഇരിക്കുന്നത്. സോ നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഒരു വീഡിയോ, നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ട ഒരു ഇക്വേഷൻ ആണ് പ്രഷറും ഡെപ്ത് വേരിയേഷനും. താഴെ ഒരു എച്ച് ഹൈറ്റ്, എച്ച് ഡെപ്തിലുള്ള ഒരു പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഏത് ഡെൻസിറ്റി ആണോ, ഏത് ഫ്ലൂയിഡ് ആണോ അതിന്റെ ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ആ ഡെപ്ത് അല്ല. ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട ഒരു ഇക്വേഷൻ ആണ്. അപ്പം ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് വി വാണ്ട് ടു ഫൈൻഡ് the pressure at B, which is at a height, h from the point A. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക, PB is equal to PAക്ക് പകരം P ക്യാപിറ്റൽ A. ബിക്കോസ് നമ്മൾ ആ കഴിഞ്ഞ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ A എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സർഫസിലാണ്. അപ്പൊ ഇവിടുത്തെ നമ്മളുടെ ആ ടോപ്പ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്, ഈ പോയിന്റ് ആണ്, എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ദാറ്റ് പ്രഷർ ഈസ് PA. സോ PA പ്ലസ് റോ ജി എച്ച്. ആൻഡ് യു നോ PA 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് PB is equal to rho GH എന്ന് നമുക്ക് പറയാം. ഇപ്പൊ PB is equal to rho GH എന്ന് നമുക്ക് മനസ്സിലായി. And we already know that PB should be same as PA. We know PB is equal to PA. അത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടതാണ്. ഓക്കെ, സിൻസ് PB is equal to PA, which implies what, ഈ PBക്ക് പകരം PA എഴുതാം. So PA here is equal to rho GH. ഓക്കെ, അപ്പം ഇവിടെ ഇതിനകത്ത് ശ്രദ്ധിച്ച്, ഇവിടെ റോ എന്ന് പറയുന്നത്, റോ ഇസ് ദ ഹിയർ, ഈ ഇക്വേഷന്റെ ഓരോ കാര്യം നോക്കുകയാണെങ്കിൽ റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് മെർക്കുറി. മെർക്കുറിയുടെ സിമ്പിൾ, കെമിക്കൽ സിമ്പിൾ ആണ് HG. ഓക്കെ, മെർക്കുറി. ആൻഡ് H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് മെർക്കുറി കോളം, അതാണ് ടോപ്പ് വരെയുള്ള ഹൈറ്റ് ഓഫ് മെർക്കുറി കോളാണ്. അപ്പം ഇതിൻ്റെ അതിൽ എന്ത് മനസ്സിലായി, ദാറ്റ് ഈസ് ദിസ് വൺ. അപ്പം ഈ എക്സ്പെരിമെന്റിൽ ഈ ഹൈറ്റ് ഓഫ് ദ മെർക്കുറി കോളം എന്ന് പറയുന്നത്, ഈ എക്സ്പെരിമെന്റിൽ ഹൈറ്റ് ഓഫ് ദ മെർക്കുറി കോളം ഹിയർ ഇൻ ദിസ് എക്സ്പെരിമെന്റ് വാസ് 76 സെന്റിമീറ്റർ ആയിരുന്നു. 76 സെന്റിമീറ്റർ. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PA അറ്റ്മോസ്ഫിയർ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഡെൻസിറ്റി ഓഫ് മെർക്കുറി, ദാറ്റ് ഈസ് ഐ തിങ്ക് ദിസ് ഇസ് 13580, ഈ ഒരു വാല്യൂ ആണ്. 3 km/m³ ആണ് ഡെൻസിറ്റി ഓഫ് മെർക്കുറി കോളം. ആൻഡ് G എന്ന് പറഞ്ഞാൽ 9.8 m/s². ആൻഡ് ദിസ് ഇസ് 76 × 10⁻⁻². meters. അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1.103 × 10⁵ പാസ്കൽ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് അതർവൈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് when the height is ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്യണം. ഡെൻസിറ്റി ഓഫ് മെർക്കുറി കോളം, ഐ തിങ്ക് ഡെൻസിറ്റി ഓഫ് മെർക്കുറി ഇതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. Just this is the thing actually. So if you substitute those values, you will get here this 1.013 × 10⁵ Pascal. And അതിനെ ATM-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വീണ്ടും 1.03 × 10⁵ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. So you will get us 180. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കിട്ടും 180 എന്നുള്ളത്. അപ്പം 180 എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അറ്റ് സീ ലെവൽ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നതാണ്. അറ്റ് സീ ലെവൽ പ്രഷർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഈക്വൽ ടു 180 എന്നാണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടുന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എന്താണ് ഈ ഒരു മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അത് നമ്മൾ 76 സെന്റിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി കോളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് 180 ആണ്. നമുക്ക് പുതിയൊരു ഡെഫിനിഷൻ ഇവിടെ
കിട്ടുകയാണ്. അപ്പൊ നമുക്ക് പ്രഷറിനെ ഈ രീതിയിലും പറയാം. അപ്പൊ ഇതാണ് ദിസ് ഇസ് അബൌട്ട് ദിസ് മെർക്കുറി ബാരോമീറ്റർ. അപ്പൊ ഇതെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഐഡിയലി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താണ്, ദറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു അറ്റ്മോസ്ഫിയർ പ്രഷർ ഓഫ് 180. ഇനി നമ്മൾ വലിയ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോവുകയാണെങ്കിൽ നോർമലി അവിടെ എന്താ സംഭവിക്കുക, എയർ പ്രഷർ കുറവായിരിക്കും. അപ്പോഴത്തേക്കും ഈ മെർക്കുറി ലെവലിന് മാറ്റം സംഭവിക്കും. ദാറ്റ് മീൻസ് ഇത് ഈ 76 സെന്റിമീറ്റർ ആയിരിക്കില്ല, 76 സെന്റിമീറ്ററിനകത്തേക്കും താഴേക്ക് പോകും. അപ്പം 76 താഴേക്ക് 75 ഒക്കെ പോകാൻ വേണമെങ്കിൽ അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ്. ഇൻ ദാറ്റ് കേസ് എന്ത് സംഭവിക്കും, അങ്ങനെ കുറയും, മെർക്കുറി ലെവൽ കുറയും. ആ ഡിഫറൻസ്, അപ്പൊ എത്രത്തോളം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാം, ജസ്റ്റ് ബൈ ദിസ് ഫ്രം ദ മെഷർമെന്റ് ഓഫ് ദിസ് ഹൈറ്റ്. ഷാർപ്പ് 76 സെന്റിമീറ്റർ കിട്ടുവാണെങ്കിൽ, 76 സെന്റിമീറ്റർ ആണെങ്കിൽ ഇറ്റ് ഇസ് 180. ഇതിന്റെ താഴേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അതിനനുസരിച്ച് എയർ പ്രഷർ കുറവായിരിക്കും, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു മെർക്കുറി ബാരോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം ഈ 76 സെന്റിമീറ്റർ ഓഫ് HG എന്ന് പറയുന്നത് 180 ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് പുതിയൊരു പ്രഷറിനെ ഒരു ഡിറ്റർമിനേഷൻ, ഒരു ഇങ്ങനെ നമുക്ക് പ്രഷറിനെ പറയാൻ പറ്റും. ആൻഡ് യു നോ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, 10 millimeter ആണ്. സോ ഇൻ ടേംസ് ഓഫ് millimeter you can say 760 mm of HG corresponds to 180 m എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. ഇതിന്റെ അകത്ത് ഇനി വേറെ ടോർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റും കൂടി ഉണ്ട്. അത് 1 mm of HG. ഇൻ ടേംസ് ഓഫ് 1 mm of മെർക്കുറിയിലും നമുക്ക് വേണമെങ്കിൽ പ്രഷർ പറയാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ യു സി 180 m means 1.013 into 10 power 5 Pascal. 760 mm of HG ആണ് ഇത്രയും. So what about 1 mm? 1 mm means 1.013 into 10 power 5 divided by 760. If 761 divided by, you will get 133 Pascal എന്ന് കിട്ടും. അതായത് 1 mm of HG corresponds to 133 Pascal. ഈ 133 പാസ്കലിനാണ് 1 ടോർ എന്ന് പറയുന്നത്. അപ്പൊ ടോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണല്ലോ ഈ ഒരു മെഷ് ഡിവൈസ്, ഈ മെത്തേഡ് ഡിവൈസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 1 mm of HG എന്ന് പറയുന്നതിനെ എന്താണ് 1 ടോർ എന്ന് വിളിക്കും. ദാറ്റ് ഇസ് 133 പാസ്കൽ. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ട കാര്യമാണ്, ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ 180 m is equal to 1.013 into 10 power 5 Pascal. അപ്പം ആ ഒരു യൂണിറ്റ് ഉണ്ട്. പിന്നെ അതല്ലാതെ മറ്റൊരു യൂണിറ്റ് എന്ന് പറയുന്നത്, അപ്പം ഈ MM of HG, അതുപോലെ ടോർ, ഈ യൂണിറ്റുകളെല്ലാം നമ്മൾ മെഡിസിൻ ഫിസിയോളജിയിലെല്ലാം യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്. ആൻഡ് മെറ്റിയോളജിയിൽ വേറൊരു യൂണിറ്റ് ഉണ്ട്. അത് കോമൺ ആയിട്ട് അവിടെ മെറ്റിയോളജിക്കൽ സ്റ്റഡീസിനെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു യൂണിറ്റ് ആണ് 1 bar. ബാറിന്റെ ടേംസിൽ പറയാം. ദറ്റ് ഈസ് 1 bar is equal to 10 power 5 Pascal. ഇങ്ങനെയും ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഈ യൂണിറ്റ്സ് എല്ലാം അറിഞ്ഞിരിക്കണം. പലതരത്തിൽ നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഈ യൂണിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ യൂണിറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് കണ്ടു, ബാരോമീറ്റർ. ഇനി അടുത്ത് നമുക്ക് മറ്റൊരു പ്രഷർ മെഷറിംഗ് ഡിവൈസ് നോക്കാം. ദാറ്റ് ഇസ് ദ മാനോമീറ്റർ. ഹിയർ യു ഹാവ് ദിസ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അപ്പൊ മാനോമീറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ബാരോമീറ്റർ മെഷർ ചെയ്യുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ് മെഷേഴ്സ് ദ പ്രഷർ ഡിഫറൻസ്. ഇവിടെ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. അതായത് വിത്ത് യൂസിങ് ദിസ് മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പർട്ടിക്കുലർ പ്രഷർ, ഒരു ഗ്യാസ്, ഇപ്പൊ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് എൻട്രാപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസിന്റെ പ്രഷറൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. അത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്യാസും പുറത്തെ എയറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുക. സി അത് തന്നെയാണ് ഇവിടെ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ നോക്കാം. അപ്പം ഈ ഒരു ഇതിന്റെ അകത്ത്, ഈ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസിന്റെ പ്രഷർ ആണ്, ദാറ്റ് ഗ്യാസ് ഹാസ് എ പ്രഷർ വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് P. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ P എന്ന് പറഞ്ഞ ഒരു പ്രഷറിലാണ് ഇതിന്റെ അകത്ത് ഗ്യാസ് ഉള്ളത്. ഈ ഒരു ഇതിന്റെ അകത്ത് ഗ്യാസ് ഉണ്ട്, P എന്ന് പറഞ്ഞ പ്രഷറിൽ. അപ്പം ഈ പ്രഷറും, അത് ഗ്യാസ്, ഈ കണ്ടെയ്നറിന്റെ അകത്തുള്ള ഗ്യാസിന്റെ പ്രഷറും പുറത്തെ എയറുമായിട്ടുള്ള പ്രഷർ, പുറത്തെ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, PA. അപ്പം ദ ഡിഫറൻസ്, ദറ്റ് ഇസ് P ആൻഡ്
പിയർ ഡിഫറൻസ്. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ ഗേജ് പ്രഷർ. അപ്പം ഈ ഒരു ഗേജ് പ്രഷർ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓപ്പൺ ടിപ്പ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിൽ ഡിഫറൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ബേസിക്കലി ഇതിന്റെ ഇൻസ്ട്രുമെന്റിലേക്ക് വരുവാണെങ്കിൽ ഒരു യു സൈസ്ഡ് യു ഷേപ്പിലുള്ള ഒരു ട്യൂബാണ്, ഒരു യു ട്യൂബാണുള്ളത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്യൂട്ടബിൾ ലിക്വിഡ്, എന്തെങ്കിലും ഒരു ലിക്വിഡ്. അപ്പൊ ആ ലിക്വിഡിനും പ്രത്യേകതകളുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ ഒരു ലോ ഡെൻസിറ്റി ലിക്വിഡ് ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, ഫോർ മെഷറിംഗ് സ്മോളർ പ്രഷർ ഡിഫറൻസ് ആണെങ്കിൽ, ചെറിയ പ്രഷർ ഡിഫറൻസ് ആണ് ഇപ്പം ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഫ്ലൂയിഡും ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറും ആയിട്ടുള്ളതെങ്കിൽ എന്താണ്, ലോ ഡെൻസിറ്റി ലിക്വിഡ് ആണ് ഉപയോഗിക്കുക. ലോ ഡെൻസിറ്റി ലിക്വിഡ്സ് ആണ് അവിടെ ഫില്ല് ചെയ്യുന്നത്. ലോ ഡെൻസിറ്റി ലിക്വിഡ്സ് ആർ യൂസ്ഡ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഓയിൽ പോലത്തെ ഒരു ലോ ഡെൻസിറ്റി ലിക്വിഡ് ആയിരിക്കും യൂസ് ചെയ്യുക. ആൻഡ് ഇനി ഫോർ എന്താണ് ഹൈ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പ്രഷർ ഡിഫറൻസ് ഉള്ളിലുള്ള ആ ഫ്ലൂയിഡിന്റെയും പുറത്തുള്ള ഗ്യാസിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനും വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ഫോർ മെഷറിംഗ് ഹയർ പ്രഷർ ഡിഫറൻസ് എന്താണ്, ഹൈ ഡെൻസിറ്റി ലിക്വിഡ് ആയിരിക്കും ഉപയോഗിക്കുക. ഹൈ ഡെൻസിറ്റി liquids are used. ഓക്കെ, ഹൈ ഡെൻസിറ്റി ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് യൂസ്ഡ്. അപ്പം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അപ്പൊ അവിടെ മെർക്കുറി ആയിരിക്കും. ഇപ്പൊ ഹയർ പ്രഷർ ഡിഫറൻസ് ആണെങ്കിൽ ഈ ഇവിടെ വരുന്ന ഫില്ല് ചെയ്യുന്ന സാധനം ചിലപ്പോൾ മെർക്കുറി ആയിരിക്കും. നേരെ മറിച്ച് ലോവർ പ്രഷർ ഡിഫറൻസ് ആണ്, ചെറിയ പ്രഷർ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യുന്ന ലിക്വിഡ് ചിലപ്പം ഓയിൽ ആയിരിക്കും. അങ്ങനെ. ഓക്കെ, അപ്പം അതാണ് ഒരു കാര്യം. നെക്സ്റ്റ് അതാണ് ദ ഫ്ലൂയിഡ് യൂസ്ഡ്. നൗ ഇതിന്റെ ഈ അപ്പാരറ്റസ് നോക്കുക. ഇത് നോക്കിക്ക്, ഇവിടെ ഈ കണ്ടെയ്നർ, ഇവിടെ രണ്ട് ഓപ്പണിംഗ് നമുക്ക് ചിന്തിക്കാം. ഇവിടെയാണ് ഗ്യാസ് വരുന്ന വഴി, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. സി, ഇവിടുത്തെ ഈ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. ആൻഡ് ഇതിന് മൊത്തത്തിൽ ഇതിന്റെ ഈ ഒരു ട്യൂബിന്റെ, ഈ ഒരു യൂട്യൂബിന് രണ്ടറ്റമാണ്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ ഭാഗം എന്ന് പറഞ്ഞാൽ സി ഹിയർ ഇറ്റ് ഇസ് ക്ലോസ്ഡ്, ഇതെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ തുറന്നു വെക്കുമ്പോ തന്നെ എന്താണ്, ഈ ഭാഗത്ത് കിട്ടുന്ന പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അടച്ചു വെച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഈ എൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഏത് സിസ്റ്റം ആണോ അതിന്റെ പ്രഷർ മെഷർ ചെയ്യുന്നത് അതിലേക്ക് കണക്ട് ആണ്. ഇവിടെ ഈ ഒരു ഗ്യാസിന്റെ ആണ് മെഷർ ചെയ്യേണ്ടത്. സോ ഈ എന്താണ്, ഈ യൂട്യൂബിന്റെ ഈ അറ്റം എന്ന് പറയുന്ന അവിടേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം സി പ്രഷർ അറ്റ് എ എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ഉണ്ടാവുന്ന പ്രഷറിനെ നമ്മൾ പി എ എന്നും ഇവിടെ ഉണ്ടാവുന്ന പ്രഷറിനെ പ്രഷർ പോയിന്റ് ബി പി ബി എന്നും കൊടുക്കും. സി, ഇപ്പം ഈ ഒരു ഭാഗത്ത്, അതായത് ഈ യൂട്യൂബിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് അല്ല, അത് ഓപ്പൺ ആണെങ്കിൽ, ഇതിങ്ങനെ ക്ലോസ്ഡ് അല്ല, ഇത് ഇങ്ങനെ ഇരുന്നെങ്കിൽ, ഇതിപ്പം ഇങ്ങനെ ഇരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല്, ഇതാണല്ലോ എ എന്ന് പറഞ്ഞ പോയിന്റ്, എയിലും ബിയിലും ഒരേ ഹൈറ്റിൽ ഇരുന്നേനെ, ലിക്വിഡ് ഇത്ര മാത്രമേ വരുള്ളൂ. വൈ, എന്താ, നമ്മൾ ഇന്നലെ കണ്ട ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് യൂസ് ചെയ്ത് ഒരേ ലെവലിലെ, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഒരേ ഹൈറ്റിലേക്ക് തന്നെ ആ ഫ്ലൂയിഡ് റൈസ് ചെയ്യുള്ളായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ ഫ്ലൂയിഡ് റൈസ് ചെയ്തിരിക്കുന്നത് നോക്കുക ഒരേ രീതിയിലല്ല. കാര്യം സ്റ്റോറന്റ് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഇവിടെ എ, ഇപ്പം ഇതിന്റെ അത്രയും തന്നെ നിറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ബി ആണ്. അത് കഴിഞ്ഞ് പിന്നെ ടു ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇവിടം വരെ ഇത്രയും നിറഞ്ഞിട്ടുണ്ട്. അത് ഇതിന് ഒരേ സമനിലയിൽ എക്ക് സമമായിട്ട് ഈ ഇവിടെ കിടക്കുന്നത് ബി ആണ്. ആ പോയിന്റിന് ഇപ്പൊ ഇവിടം വരെയുള്ള പി എയും പി ബിയും ഈക്വൽ ആണ്. ദ പ്രഷർ അറ്റ് പി എ ആൻഡ് പ്രഷർ അറ്റ് പി ബി ആർ ഈക്വൽ ബിക്കോസ് അറ്റ് ദ സെയിം ലെവൽ. അത് കഴിഞ്ഞ് ഒരു എച്ച് ഹൈറ്റും കൂടെ അത് വീണ്ടും റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു പ്രഷർ ഡിഫറൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത്, അപ്പം we are measuring here the pressure difference between this gas and the outside pressure. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നത് പി മൈനസ് പി ആണ് നമ്മൾ എന്താണെന്ന് നോക്കുന്നത്.
ആൻഡ് പി മൈനസ് പി എന്ന് പറയുന്നത് നമുക്കറിയാം that is what we are intending to measure. P minus PA എന്നുള്ളതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. Okay, so yeah, so which is what P minus, from the last video നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് P minus PA is equal to rho GH. Okay, so നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിലും എന്താ സംഭവിക്കുക? P minus PA is equal to rho GH ആണ്. അപ്പം അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ അത് മെഷർ ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ഇത് എടുക്കുക. ഈ ഒരു പർട്ടിക്കുലർ ഈ ഇത്രയും ഭാഗത്തുള്ള ഈ കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഈസിലി സേ പ്രഷർ അറ്റ് ബി ഈസ് ഈക്വൽ ടു ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അറ്റ് എ ഹൈറ്റ് ഓഫ് എച്ച് ആൻഡ് ഈ ടോപ്പിലെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പി എ പ്ലസ് റോ ജി എച്ച്. സോ ആൻഡ് ഈ പി ബി എന്ന് പറയുന്നത് പി എ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ആൻഡ് ഈ പി എയുടെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് പി എയുടെ പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ പ്രഷർ ഓഫ് ദിസ് ഗ്യാസ് ഇൻ ദ കണ്ടെയ്നർ. ഇത് പി എയുടെ പ്രഷർ, പി എ എന്ന് പറയുന്ന ഈ പ്രഷർ എന്ന് പറയുന്നത് ഈ ഗ്യാസ് കണ്ടെയ്നറിന്റെ പ്രഷറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി. ഓക്കെ, പി എയും പി ബി ഈക്വൽ ആണ്. പി എന്ന് പറയുന്നത് പിയോട് ഈക്വൽ ആണ്. സോ നമ്മളുടെ ഇക്വേഷൻ നമ്മളിപ്പോ ഈ ഒരു ഇത്രയും കൺസിഡർ ചെയ്യുവാണെങ്കിൽ we got this equation P B is equal to P A plus rho G H. അപ്പൊ അതിന്റെ പി ബിക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? പി എയും പി ബി ഈക്വൽ ആണ്, പി എയും പി ഈക്വൽ ആണ്, which implies പി ബി എന്ന് പറയുന്ന പിയോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് പി is equal to P A plus rho G H എന്ന് നമുക്ക് വീണ്ടും ഇവിടെ ഒന്നുകൂടെയും കൂടെ കിട്ടി. ഓൾറെഡി we know that and ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. അത് ഈ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ വന്നു. സോ നമുക്ക് വേണ്ടതും എന്താണ്? ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ വെച്ച് നമുക്ക് ഈ ഒരു എന്താണ് കാര്യം മെഷർ ചെയ്യാം. ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ ഈ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ വെച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന ഈ കാര്യമാണ് ഡിഫറൻസ് ഇൻ ദ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ ദ കണ്ടെയ്നർ, that is P, and the atmospheric pressure, which is PA. Because എന്താണ്? P minus PA എന്ന് പറയുന്നത് it is equal to rho GH. That is the function of height. അപ്പൊ എന്താണ് ഈ ഒരു ഗേജ് പ്രഷർ എന്ന് പറയുന്നത് which could be obtained from the value of H. കാരണം നമ്മൾ ഫില്ല് ചെയ്യുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി എന്താണെന്നും അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം. സോ എന്താണ് എച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ജസ്റ്റ് ദ വാല്യൂ ഓഫ് ഹൈറ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കോളം, ഫ്ലൂയിഡ് കോളം, ദാറ്റ് ലിക്വിഡ് കോളം, എന്താണ് നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ പി ആൻഡ് ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ കണ്ടെയ്നർ ആൻഡ് ദ പ്രഷർ ഔട്ട്സൈഡ് കുഡ് ബി മെഷർഡ്. ഓക്കെ, ആൻഡ് ഇന്ന് നോക്കാം. നമ്മളിപ്പം ഇവിടെ എന്താണ് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇവിടെ ഫില്ല് ചെയ്യുവാണല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഫൈനലി ഈ പ്രഷർ ഡിഫറൻസ് ആണ് മാനോമീറ്റർ സ്റ്റഡി ചെയ്യുന്നത്. അത് ഈ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നറിന്റെ അകത്തുള്ള ഗ്യാസും ഔട്ട്സൈഡ് പ്രഷറും ആ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻഡ് വി ഹാവ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫംഗ്ഷൻ ഓഫ് ഹൈറ്റ് ഓഫ് ദ കോളം എന്ന് പറഞ്ഞു. ആൻഡ് ആ ഒരു ഇതിൻ്റെ അകത്ത് ആ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് ഡെൻസിറ്റിയും വരുന്നുണ്ട്. ആൻഡ് നമ്മളിവിടെ നമുക്കറിയാം ഫോർ ലിക്വിഡ്സ് അതിന്റെ ഡെൻസിറ്റി അതിന്റെ പ്രഷർ മാറുന്നതിനനുസരിച്ചും ഒക്കെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രഷർ ചേഞ്ച് ഉണ്ടായാലും ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഇക്വേഷൻ നമുക്ക് സേഫ് ആയിട്ട് ഇതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ഗ്യാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ എടുക്കുകയാണെങ്കിൽ എന്താണ് ജനറലി ഗ്യാസിന് ലാർജ് വേരിയേഷൻ ആയിരിക്കും പ്രഷർ വെച്ച് ഡെൻസിറ്റിക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഗ്യാസസിന്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അൺലൈക്ക് ഗ്യാസസ് ലിക്വിഡ്സിനെ therefore largely treated as incompressible. നോർമൽ കണ്ടീഷൻസിലൊന്നും എന്താണ് കംപ്രസിബിൾ, ഈവൻ ലിക്വിഡ്സും കംപ്രസിബിൾ ആണ്, ബട്ട് വി ട്രീറ്റ് ഇറ്റ് ആസ് ലാർജ്ലി ഇൻകംപ്രസിബിൾ. ഓക്കെ, അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അകത്തെ 2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ഒരു ഇതാവും. ഓക്കെ, വ്യക്തമാവും. ദാറ്റ് ഇസ് സി എക്സാമ്പിൾ 10.3. ടെക്സ്റ്റ് ബുക്കിലെ 10.3 എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ആണ് ഇത്.
Density of the atmosphere at sea level is 1.29 kilogram per meter cube. നമുക്ക് density at sea level ആണ് തന്നിരിക്കുന്നത്. Density of atmosphere at sea level. Sea level ഉള്ള density, suppose ഞാൻ rho എടുക്കുകയാണെങ്കിൽ that is given as 1.29 kilogram per meter cube. Assume that it doesn't change with the altitude. ഇവിടെ അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അത് ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ചേഞ്ച് ചെയ്തില്ല. ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്, എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ബിക്കോസ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എയർ ആണ്, മീഡിയം ഇസ് എയർ റൈറ്റ്, ഫ്ലൂയിഡ് അവിടെ വരുന്ന എയർ ആണ്. അപ്പം എയറിൽ എന്താണ്, എയറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യും നോർമലി. ഈ വാല്യൂ ഡെഫിനറ്റ്ലി ചേഞ്ച് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അസ്യൂം ഇറ്റ് ഡസൻ ചേഞ്ച് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്, അങ്ങനെ ചേഞ്ച് ചെയ്യത്തില്ല എന്ന് എടുക്കുക. സീ ലെവലിൽ നിന്നും പിന്നെ മുകളിലേക്ക് പോയാലും ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ള തരത്തിൽ തൽക്കാലം അസ്യൂം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലി അത് അങ്ങനെയല്ല, പക്ഷെ അസ്യൂം ചെയ്യാൻ പറഞ്ഞു. Then how high would the atmosphere extend? അപ്പം എത്ര മാത്രമായിരിക്കും അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ് ആവുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മള് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പറഞ്ഞു 180m എന്ന് പറഞ്ഞ ഒരു പ്രഷറിന്റെ വാല്യൂ, ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ PA is equal to 180m എന്ന് ഡിഫൈൻ ചെയ്യുന്നപ്പോഴാണ് when you consider the pressure difference between sea level and the top of the atmosphere എന്ന് പറയുന്നത് 180m ആണെന്നാണ് അതിന്റെ അർത്ഥം. സോ അറ്റ് സീ ലെവൽ, അറ്റ് സീ ലെവൽ പ്രഷർ എന്ന് പറയുന്നത്, സപ്പോസ് പ്രഷർ എന്ന് പറഞ്ഞാൽ P എടുക്കുകയാണെങ്കിൽ, സീ ലെവൽ ദ പ്രഷർ ഇസ് P എന്നെടുക്കുകയാണെങ്കിൽ, then ആ സീ ലെവലിന്റെ പ്രഷർ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് പ്രഷർ അറ്റ് സീ ലെവലും ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള പ്രഷറിനാണ് 180 ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബൈ ഡെഫിനിഷൻ. ദാറ്റ് മീൻസ് P മൈനസ് പി എന്ന് പറയുന്നതാണ് 180 ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് വി നോ ദാറ്റ് വൺ മോർ തിങ് വി നോ ഇൻ ജനറൽ, P is equal to PA plus rho GH at sea level. ഇപ്പൊ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ if H is the distance to the top of atmosphere വരെയും പോകാനുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ H ആണെങ്കിൽ, പ്രഷർ അറ്റ് സീ ലെവൽ എന്ന് പറയുന്നത് വിൽ ബി what PA plus rho GH ആയിരിക്കും. Okay, which implies P minus PA is equal to rho GH. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, P മൈനസ് പി എച്ച് 180 എന്നുണ്ട്, P മൈനസ് പി എ റോ ജി എച്ച് എന്നുണ്ട്. ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H കിട്ടും. ബിക്കോസ് എന്താണ്, ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, G നമുക്ക് വാല്യൂ എടുക്കാം. സോ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് റോ ജി എച്ച് ഇസ് ഈക്വൽ ടു 180 and 180 you know that is equal to, നമുക്ക് ഇവിടെ റോയുടെ വാല്യൂ എടുക്കാം. റോയുടെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്ന 1.29 ആണ്, 1.29 and G എന്ന് പറഞ്ഞാൽ 9.8, H ആണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 180. 180 മീൻസ് 1.013 into 10 power 5 പാസ്കൽ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് 1.013 into 10 power 5 ഡിവൈഡഡ് ബൈ 1.29 into 9.8. ഇത് ചെയ്യുമ്പോൾ you will get us 7,989 meter എന്ന് വരും. ദാറ്റ് ഇസ് ഇതിനെ ഡിവൈഡ് ബൈ, ഈ വാല്യൂവിനെ നമ്മൾ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ you can that much kilometers. സോ ഏകദേശം റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 kilometer എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര ടോപ്പ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഉള്ള ഡിസ്റ്റൻസ് 8 kilometer ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇൻഫാക്ട് റോയുടെ വാല്യൂ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ചേഞ്ച് ചെയ്യും കേട്ടോ. അതായത് റോ എന്ന് പറയുന്ന ഡെൻസിറ്റി ഓഫ് എയർ ഹൈറ്റ് കൂടുന്തോറും കുറയും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോലെ തന്നെ ഡെൻസിറ്റിയും കുറയും, ഹൈറ്റിനനുസരിച്ച് കുറയും. ഓക്കെ, അപ്പം വലിയൊരു കുറവാണ് വരിക. അതുപോലെ തന്നെയാണ് നമ്മുടെ സീ ലെവലിൽ എപ്പോഴും ഈ 760 mm ഓഫ് HG എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അത് മാറും. അപ്പൊ അതങ്ങനെ മാറുമ്പോഴാണ്, അത് ആ മാറുന്ന, അപ്പം HGയുടെ ലെവൽ മാറുമ്പോഴാണ് ഓക്കെ ഒരു സ്റ്റോം ഉണ്ടാവും എന്നുള്ള പ്രഡിക്ഷൻ എല്ലാം വരുന്നത് അപ്പോഴാണ്. എപ്പോഴാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ മാറുന്നപ്പോഴാണ് സ്റ്റോം പ്രഡിക്ഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോ ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ദിസ് ഇസ് 10.4. ഇത് 3 പ്രോബ്ലംസ് ആണുള്ളത്, A, B and C. ഓക്കെ,
സോ അറ്റ് എ ഡെപ്ത് ഓഫ് നമുക്ക് ഓരോ പ്രോബ്ലം ആയിട്ട് അപ്രോച്ച് ചെയ്യാം. അറ്റ് എ ഡെപ്ത് ഓഫ് 1000 മീറ്റർ ഇൻ ആൻ ഓഷൻ, അത് നമുക്ക് ഡെപ്ത് തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഇസ് അറ്റ് 1000 മീറ്റർ. അപ്പം സർഫസിൽ നിന്നും ഒരു ഓഷന്റെ 1000 മീറ്റർ താഴെ, അറ്റ് ഡെപ്ത് ഓഫ് 1000 മീറ്റർ, വാട്ട് ഈസ് ദ ആബ്സല്യൂട്ട് പ്രഷർ? ആബ്സല്യൂട്ട് പ്രഷർ മീൻസ് വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് ഡെപ്ത് ഓഫ് 1000 മീറ്റർ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആബ്സല്യൂട്ട് പ്രഷർ എന്ന് വെച്ചാൽ ദാറ്റ്സ് ദ പ്രഷർ അറ്റ് ഡെപ്ത്, ഈ ഡെപ്തിലാണ് കണ്ടുപിടിക്കുന്നത്. അറ്റ് ഡെപ്ത് 1000 മീറ്റർ. അപ്പൊ പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു പി. അപ്പൊ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് റോ ജി എച്ച് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അറിയാം. സോ എന്താണ്, സോ പി എന്ന് പറയുന്നത് എന്താണ്? പി എ. പി എ is atmospheric pressure, that is 1.013 into 10 power 5 പാസ്കൽ പ്ലസ്, ഇനി നമുക്ക് ഇവിടെ വേണ്ടത് സീ വാട്ടറിന്റെ ഡെൻസിറ്റി ആണ്. അപ്പം ക്വസ്റ്റിനെ തന്നെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ is 1.03 into 10 ക്യൂബും തന്നിട്ടുണ്ട്. mg 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് റോയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.03 into 10 ക്യൂബ് ഇൻറ്റു ജി എന്ന് പറയുന്ന 10 ഇൻറ്റു ഹൈറ്റ് ആണ് 1000, ഡെപ്ത് ആണ് 1000. അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 104.01 into 10 power 5 പാസ്കൽസ് എന്ന് കിട്ടും. അപ്പൊ അതിന് നമുക്ക് ATM ആക്കാൻ വേണ്ടി, നമ്മൾ നോർമലി ATMലാണല്ലോ പറയുന്നത്, അപ്പം ATM ആക്കാൻ വേണ്ടി ഇതിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വീണ്ടും 1.013 into 10 power 5 പാസ്കൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബിക്കം ATM. ചെയ്യുമ്പോൾ 104 ATM എന്നാണ് കിട്ടുക. സോ പ്രഷർ ഡെപ്ത് ഈസ് ദിസ് മച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ഗേജ് പ്രഷർ? ഗേജ് പ്രഷർ മീൻസ് വാട്ട്? ഈ ഒരു അബ്സല്യൂട്ട് പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പി മൈനസ് പി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഗേജ് പ്രഷർ. ഓക്കെ, ദാറ്റ് ഈസ് ഗേജ് പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് which is equal to P minus PA. So we know P is equal to PA plus rho GH എന്ന് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് P minus PA എന്ന് പറയുന്നത് rho GH. സോ ഈ റോ ഇൻറ്റു ജി ഇൻറ്റു എച്ച് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഡെൻസിറ്റിയുടെ വാല്യൂ അറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്, ഹൈറ്റ് ഡെപ്തും ഉണ്ട്. അതിൽ ഏറ്റവും ഈസി എന്ന് പറയുന്നത് നമുക്ക് ഇത് വർക്ക്ഔട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ചോദിച്ചാൽ പി ഇപ്പൊ നമുക്ക് കിട്ടിയായിരുന്നു 104.18. And we know PA എന്ന് പറയുന്നത് എത്ര? 180. Therefore P minus P എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന കുറച്ചും കൂടി എളുപ്പമാണ്. 104 minus 1, that is 103.18. ഇങ്ങനെയും ചെയ്യാം. ഇത് ചെയ്യുന്ന കുറച്ചും കൂടി സിമ്പിൾ. ഇനി അടുത്ത് നോക്കുക, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വിൻഡോ ഓഫ് ഏരിയ 20 by 20 centimeter of a submarine at this depth, the interior of which is maintained at sea level atmospheric pressure. അപ്പം ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ ഒരു സബ്മറൈൻ ഈ ഒരു 1000 മീറ്ററിന്റെ താഴെ കൂടി ഒരു സബ്മറൈൻ പോവുകയാണ്. ആ സബ്മറൈനിന്റെ വിൻഡോയുടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. 20 by 20 വിൻഡോയുടെ ഡയമെൻഷൻ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സബ്മറൈനിന്റെ വിൻഡോയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിൻഡോയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയായിരിക്കും? ആൻഡ് വൺ മോർ തിങ് തന്നിട്ടുണ്ട്, ഈ സബ്മറൈനിന്റെ ഉള്ളില് ഉണ്ടാകുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? നമുക്ക് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് ഫോഴ്സ് ആക്ടിങ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ബീങ് ആസ്ക്ഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വിൻഡോ ആണ്. അതാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് കുറെ പ്രഷറുകളാണ് കയ്യിൽ തന്നിട്ടുള്ളത്. സോ വി ഹാവ് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ വിൻഡോ എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്? 20 സെന്റിമീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഇസ് 20 ഇൻറ്റു 20 സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് 400 സെന്റിമീറ്റർ സ്ക്വയർ. ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 10,000 ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ഹിയർ as 0.04 മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പൊ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഫോഴ്സ് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഏരിയ ഉണ്ട്, ഇനി നമുക്ക് പ്രഷറും കൂടെ കിട്ടിയാൽ മതി. ഇപ്പൊ രണ്ട് പ്രശ്നമാണ്. ഈ വിൻഡോയുടെ പുറത്ത് ഉള്ള, അതായത് സബ്മറൈൻ്റെ പുറത്തുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് പി നമ്മൾ കണ്ടുപിടിച്ച ആബ്സല്യൂട്ട് പ്രഷറും, അകത്തുള്ളത് പി എയുമാണ്. അങ്ങനെ രണ്ട് ഫോഴ്സ് ആണുള്ളത്. രണ്ട് പ്രഷറാണ് വിൻഡോയ്ക്കുള്ളത്. പ്രഷർ ഔട്ട്സൈഡ് ദ സബ്മറൈൻ, ആ സബ്മറൈൻ്റെ
പുറത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് പി. പി എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്, വിച്ച് ഇസ് വി ഹാവ് ദാറ്റ് ഇസ് പി പ്ലസ് റോ ജി എച്ച്, പി പ്ലസ് റോ ജി എച്ച് ആണ്. ആൻഡ് പ്രഷർ ഇൻസൈഡ് ദ സബ്മറൈൻ, ഉള്ളിലുള്ളത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് തന്നിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഉള്ളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഇസ് പ്രഷർ ഇൻസൈഡ് ദ സബ്മറൈൻ ഇസ് പി എ എന്നും തന്നിട്ടുണ്ട്. സോ നെറ്റ് പ്രഷർ ആക്ടിങ് ഓൺ ദ വിൻഡോ എന്ന് പറയുന്നത് എന്താണ്? E outside, P outside, this is considered as P outside and this is P inside. E P inside minus P outside. Net pressure acting on the window എന്ന് പറയുന്നത് what is that? P outside minus P inside ആണ്, which is equal to എന്താണ്? P minus PA, which is the gauge pressure. Gauge pressure തന്നെയാണ് നെറ്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. P minus PA, otherwise which is the rho gauge. ഇത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ നെറ്റ് പ്രഷർ. സോ വി ഹാവ് ഓൾ ദോസ് തിങ്സ്. ദാറ്റ് ഈസ് ഇത് നമുക്ക് കിട്ടിയായിരുന്നു നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന ഗേജ് പ്രഷർ നമുക്കറിയാം 103 atm. സോ ദിസ് ഈസ് 103 atm. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ വിൻഡോ ഇസ് ഈക്വൽ ടു ഇപ്പൊ കിട്ടിയ ഈ 103 atm ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ 0.04 മീറ്റർ കിട്ടി. അപ്പം ATM-നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതാക്കണം, പാസ്കൽ ആക്കണം. സോ 1.013 ഇൻറ്റു 10⁵ പാസ്കൽ ഇൻറ്റു 0.04. സോ ഇത് ചെയ്യുമ്പോൾ 4.12 ഇൻറ്റു 10⁵ ന്യൂട്ടൺ വരും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ സെക്ഷൻ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.